ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ ശമനം. ഇന്നലെ രാത്രി 11 വരെ 78,402 അയ്യപ്പ ഭക്തർ വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തി. മകരവിളക്ക് പ്രമാണിച്ച് ഈ മാസം 14, 15 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ദേവസ്വം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കത്തയച്ചു. അതേസമയം ശബരിമലയിൽ അരവണ പ്രതിസന്ധി തുടരുകയാണ്. വിവരങ്ങളുമായി കിരൺ കുമാർ സന്നിധാനത്ത് നിന്നും ചേരുന്നു. കിരൺ, വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. തിരക്കിന് നേരിയ ശമനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ. സന്നിധാനത്ത് തിരക്കിന് നേരിയ ശമനം. ഇന്നലെ രാത്രി 11 മണിവരെ 78,000-ത്തിലധികം പേർ ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. ഇനി മകരവിളക്കുമായി ബന്ധപ്പെട്ട് 14, 15 തീയതികളിലുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം പരിമിതപ്പെടുത്തണം എന്നാണ് ജില്ലാ പോലീസ് മേധാവി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പോലീസും പാലിക്കുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ചായിരിക്കും ഇനി തിരക്ക് കൂടുക. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും നേരത്തെ തന്നെ ഏർപ്പാടാക്കേണ്ടതുണ്ട്. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, സന്നിധാനത്ത് തിരക്കിനൊരൽപ്പം ശമനം എന്നറിയാൻ സാധിക്കുന്നു. വിവരങ്ങൾ. രോഹിണി, മകരസംക്രമ പൂജക്കായിട്ട് ശബരിമല നട തുറന്നതിന് ശേഷം തിരക്കിന് അല്പം ഒരു ശമനമുണ്ടായ ദിവസമാണ് ഇന്ന്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ തിരക്കിൽ ചെറിയൊരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മകരസംക്രമ പൂജക്കായി നട തുറന്നതിന് ശേഷം ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇന്നലെയും രാവിലെയും വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി വരെയുള്ള മുഴുവൻ ഭക്തജനങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ 75,000-ത്തിലേക്ക് അയ്യപ്പന്മാരുടെ സംഖ്യ കുറഞ്ഞിട്ടുണ്ട്. അതായത് അതിനു മുന്നുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ 90,000-ത്തിലധികം എത്തുന്നു. 1,00,000-ത്തിനടുത്ത് അയ്യപ്പന്മാർ ദർശനം നടത്തുന്നതായിട്ട് എത്തിയ സംഖ്യകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അത് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയും വലിയ ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. ഏതായാലും ഈ മകരസംക്രമത്തോടനുബന്ധിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഈ നിലവിലുള്ള ക്യൂ സംവിധാനങ്ങൾ, വെർച്വൽ ക്യൂ സംവിധാനത്തിലടക്കം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഒപ്പം തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അടക്കം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കത്തയച്ചിട്ടുണ്ട്. അതായത് മകരസംക്രമ ദിവസങ്ങളായിട്ടുള്ള 14, 15 ജനുവരി 14, 15 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ SP മുന്നോട്ട് വച്ചിരിക്കുന്നത്. 14-ാം തീയതി 40,000-ത്തിലേക്കും 15-ാം തീയതി 20,000-ത്തിലേക്കും ഈ ബുക്കിംഗ് കുറക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. കൂടാതെ തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അത് നിലവിൽ പമ്പയിൽ ഉള്ളത് നിലയ്ക്കലിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്നിപ്പോൾ ശബരിമലയിൽ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി അത് അരവണയുടെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. അരവണയിൽ ഇപ്പോൾ രണ്ടാമതും വീണ്ടും ഒരു പ്രതിസന്ധി കൂടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അരവണ സ്റ്റോക്കില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് നിലവിലിപ്പോൾ അരവണ ഒരാൾക്ക് 5 എന്ന വീതം മാത്രമാണ് വിതരണം ചെയ്യുന്നത്. നേരത്തെ ഈ മണ്ഡലകാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഈ അരവണ പ്രതിസന്ധി ഉണ്ടായി. പിന്നീട് അത് വാർത്തകളിൽ വന്നതോടുകൂടി തന്നെ ഈ പ്രതിസന്ധി പരിഹരിച്ച് ഒരാൾക്ക് 10 കുപ്പി വരെ കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ വീണ്ടും ഇപ്പോൾ അരവണ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അത് ഈ അരവണയുടെ ഇത് നിറക്കുന്ന ടിന്നിൻ്റെ ലഭ്യത കുറഞ്ഞതോടുകൂടിയാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 2.5 ലക്ഷം അരവണ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ദിവസം സാധാരണഗതിയിൽ ശബരിമലയിൽ 3 ലക്ഷത്തോളം അരവണ വിറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ 2.5 ലക്ഷം മാത്രം അരവണ സ്റ്റോക്ക് ഉള്ളതായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അരവണയ്ക്ക് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഈ അരവണ വിതരണം അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അരവണയുടെ ടിൻ വിതരണം ചെയ്യാനായിട്ട് കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനി അത് കൃത്യമായി വിതരണം ചെയ്യാതെ, അതായത് 1.5 ലക്ഷം അരവണ ടിന്നുകൾ ഒരു ദിവസം ശബരിമലയിലേക്ക് വിതരണം ചെയ്യാം എന്നായിരുന്നു ഈ കമ്പനി ഏറ്റെടുത്തിരുന്നത്. എന്നാൽ അത് വിതരണം ചെയ്യാൻ മുടങ്ങിയതോടുകൂടിയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി ശബരിമലയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ അരവണ പ്രതിസന്ധി അത് എങ്ങനെ മറികടക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. രോഹിണി. ശരി, സന്നിധാനത്ത് നിന്നും കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.